പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്നലെ വിടവൂര് AG ചർച്ചിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി. കൃപയാൽ വളരെ അനുഗ്രഹകരമായിരുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണ്. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി മാത്രമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 5 കാരാഗ്രഹങ്ങൾ കാണാൻ കഴിയും. അപ്പോസ്തലന്മാരെ ഇട്ടതായ 5 കാരാഗ്രഹങ്ങൾ, പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ഈ കാരാഗ്രഹവാസത്തിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങളുണ്ട്. എപ്പോഴും കാരാഗ്രഹമാണ്, ജയിൽവാസമാണ്, തടവാണ് എന്ന് ആരും ചിന്തിക്കരുത്. അതിൽ നിന്നൊരു മോചനം നൽകുന്ന സമയം ഉണ്ട്. ദൈവത്തിന് സമയം, നമ്മെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ 5 കാരാഗ്രഹങ്ങൾ ഏതെല്ലാം? ഈ കാരാഗ്രഹങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച പ്രവൃത്തി എപ്രകാരം? ഇതാണ് ഇന്ന് പകൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരാഗ്രഹം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി, കാരാഗ്രഹത്തിലാക്കി. അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്നത് നിമിത്തം യഹൂദന്മാർ അവരെ പിടിച്ച് കാവലിൽ ആക്കി. ശ്രദ്ധിച്ചേ, അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചു. ഏത് നിമിത്തം? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് നിമിത്തം. അപ്പൊ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഒരു വ്യക്തി സൗഖ്യമാകുന്നത് സന്തോഷത്തോടെ അനുഭവിക്കേണ്ടതിനും ദൈവത്തെ സ്തുതിക്കേണ്ടതിനും പകരം ഈ സൗഖ്യം കൊടുത്ത ഇവരെ ജയിലിൽ അടക്കിയ. പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായിരിക്കുന്ന നാം ചെയ്യുന്നത് പാപത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ വിടുവിക്കാനാ, അല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് കിടക്കുന്ന, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കിടക്കുന്ന ജീവിതങ്ങളെ ഏതുവിധേനയും കരം പിടിച്ച് അവരെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് തടവാണ്. ഇപ്പോഴും നമ്മൾ കേട്ടില്ലേ പ്രാർത്ഥിക്കാൻ? മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യം. സ്തോത്രം. ആന്റി കൺവെൻഷൻ നിയമം കൊണ്ടുവന്ന് പാവം പിടിച്ച ദൈവമക്കളെ, ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഒക്കെ പീഡിപ്പിക്കുക. ഇവർ ചെയ്യുന്നത് എന്നതാ? ഏതുവിധേന സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. സ്തോത്രം. പൗടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ സുഖമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരോ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന്, ഞാൻ കുടുംബമായിട്ട് പ്രാർത്ഥന കഴിഞ്ഞ്
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗികളായി കിടക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ചില സുവിശേഷ വിരോധികൾ വന്നു, എൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ചു, എൻ്റെ ബെൽറ്റിന് പിടിച്ചു, അട്ടിക്കാൻ പുഴുത്ത തെറി വിളിച്ചുകൊണ്ട്. അതിന് സാക്ഷിയാണ് ആ വീട്ടിലെ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. നോക്കിയൊരു ഞങ്ങൾ ആ പിള്ളേർ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഞങ്ങൾ എന്നാ ചെയ്തത്? അവർ രോഗികളായി കിടക്കുകയല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നതല്ലേ ഉള്ളൂ, മറ്റൊന്നും ചെയ്തില്ലല്ലോ. ഉടനെ അവർ പറയാ, രോഗികളാണെങ്കിൽ അവരവിടെ കിടന്നോട്ട്, രോഗികളായി കിടന്നോട്ട്, നിങ്ങൾക്ക് തന്നെ ഉണ്ടോ? ഒരു വിടുതൽ ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയല്ല, പകരം വിടുതൽ കൊടുത്തവരെ പീഡിപ്പിക്കുന്ന ലോകമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തോണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത് എന്നതാ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. പാപികളെ അവൻ രക്ഷിച്ചു, രോഗികളെ സൗഖ്യമാക്കി, കരയുന്നവരുടെ കണ്ണുനീർ അവൻ ഒപ്പി. അവന് കിട്ടിയ പ്രതിഫലം എന്നതാ, കുരിശ്. കുരിശ്. സ്തോത്രം. അപ്പൊ അതിൽ കുറഞ്ഞതൊന്നും നമ്മളും പ്രതീക്ഷിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാർ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ അവരെ പിടിച്ച് തടവിലാക്കി. ആ തടവറയിൽ കിടന്ന അവരെ ദൈവം തമ്പുരാൻ രക്ഷിച്ച വിധം വാക്യം വായിക്കാം. 21 വാക്യം, 4-ാം അധ്യായം 21 വാക്യം. 1-ാമത്തെ തടവറയിൽ നിന്ന് അപ്പോസ്തലന്മാരെ ദൈവം രക്ഷിച്ച വിധം വായിക്കാം. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. തടവറയിൽ ആക്കിയ ഇവരെ അപ്പോസ്തലന്മാരെ ആമീൻ അവരെ അവിടെ നിന്ന് മോചിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടാനിടയായി. ആര് നിമിത്തം? ജനം നിമിത്തം. ജനം നിമിത്തം. ഇവർക്ക് പടയാളികൾക്ക്, യഹൂദന്മാർക്ക് ഈ അപ്പോസ്തലന്മാരെ അധികം നാള് കാരാഗ്രഹത്തിൽ അടച്ചിടാൻ സാധിച്ചില്ല. ജനത്തെ ഭയപ്പെട്ടിട്ട് അവർ അവരെ സ്വതന്ത്രരാക്കി. അങ്ങനെയെങ്കിൽ ഓർത്ത് നോക്കിയേ, നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഭാഗമുണ്ട്. യഹൂദ ജാതി ബാബേൽ പ്രവാസത്തിലായിരിക്കുക. ഏകദേശം 70 സംവത്സരങ്ങൾ ബാബേലിൽ ഇവർ അടിമകളായി കിടക്കുന്നു. അവർ ദൈവത്തോട് നിലവിളിക്കുക. ദൈവം തമ്പുരാൻ ചെയ്തത് നമുക്കറിയാം. പാഴ്സി രാജാവായ കോരേശിനെ ദൈവം ചെയ്തു, ഉണർത്തിച്ചു. ജാതീയ രാജാവായ കോരേശിനെ ദൈവം എഴുന്നേൽപ്പിച്ച് യഹൂദ ജാതിക്ക് വിടുതൽ കൽപ്പിക്കുവാൻ അവനിൽ കൂടി ദൈവം തമ്പുരാൻ കൽപ്പന ഇറക്കി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് പദ്ധതികളുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവത്തിന് വഴികളുണ്ട്. ആ ദൈവത്തിന്റെ വഴിക്കായി നാം കാത്തിരിക്കണം. ഇവിടെ വായിക്കുന്നു, 1-ാമത്തെ കാരാഗ്രഹം. അവിടെ നിന്നുള്ള അപ്പോസ്തലന്മാരുടെ വിടുതൽ ജനം നിമിത്തം, മനുഷ്യരാലുള്ള വിടുതൽ. ദൈവം അവരെ ഉപയോഗിച്ചു. അങ്ങനെ ഇവർക്ക് മോചനമുണ്ടായി. 2-ാമത്തെ കാരാഗ്രഹം, 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. 5-18-19 വാക്യങ്ങൾ. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ പൊതു തടവിലാക്കി. 2-ാമത്തെ കാരാഗ്രഹം, അപ്പോസ്തലന്മാരെ പിടിച്ച് അവർ തടവിലടച്ചു, കാരാഗ്രഹത്തിൽ അടച്ചു.
അപ്പോസ്തലന്മാർ ജയിലിനകത്ത് കിടക്കുക. ദൈവത്തിന്റെ പദ്ധതിയെ പൊളിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയെ പൊളിക്കാൻ പലരും കിണഞ്ഞു പരിശ്രമിച്ചു. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടുകളിൽ റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ട്രയാൻ, ഡയോക്ലീഷ്യൻ, ഡൊമീഷ്യൻ, നീറോ എന്ന് വേണ്ട റോമൻ ചക്രവർത്തിമാരുടെ, സീസർ, ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം പീഡ ഈ മാർഗക്കാരായവർ അനുഭവിച്ചു. ഇതിനെ തുടച്ചു മാറ്റാൻ പലരും പരിശ്രമിച്ചു. സ്വതന്ത്രം. പക്ഷേ ഇന്നും അത് ശക്തിയോടെ വളരുകയാണ്. ഈ മാർഗം ഇന്നും ശക്തിയോടെ വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയെ പൊളിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഹിതം, നിന്റെ തലമുറയുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി പൊളിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ. ആമേൻ. ഓ രാമ ശത്രുരാധകർഷിയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഇവരെ തടവിലാക്കി അപ്പോസ്തലന്മാരെ. രണ്ടാമത്തെ കാരാഗ്രഹം. ആ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെയായിരുന്നു അറിയാം? 19-ാം വാക്യം. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയെന്ന് എന്താ കാര്യം എന്നറിയാമോ? ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം തീർന്നിട്ടില്ലെന്ന് അത് പിന്നെയും ബാലൻസ് കിടക്കുമ്പോൾ ഇവരെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാനൊരു ദൂത് പറയട്ടെ. നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികൾ ഉള്ളപ്പോൾ അതിന് മുന്നമേ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ. ആമേൻ. വൈഡവന ഹദരഗദഗസ്യ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് രോഗങ്ങളാകാം, കഷ്ടതകളാകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച എബ്രഹാം പണിക്കർ അറിയാമല്ലോ, ഇവിടെ വന്നിരുന്നല്ലോ, ഡാളസിൽ നിന്ന് വന്നവൻ. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ. തൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ട്യൂമർ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് എടുത്ത ട്യൂമറിൻ്റെ ഫോട്ടോ ഇന്ന് മൊബൈലിൽ കിടപ്പുണ്ട്. അതേ പറയാ, അത്ഭുത സൗഖ്യം കർത്താവ്, അത്ഭുതകരമായ വിടുതൽ ദൈവം കൊടുക്കുന്നു. സ്തോത്രം. മൂക്കിൽ കൂടിയാണ് ഈ ഡോക്ടേഴ്സ് സർജറി നടത്തിയതാണ്, ട്യൂമർ പുറത്തെടുത്തത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. തകർക്കുമെന്ന് വാദിച്ചുകൊണ്ട് രോഗങ്ങൾ പലത് ജീവിതത്തിലിട്ട് നിന്നെ ഒതുക്കാൻ ശത്രു ശത്രു നോക്കുമ്പോ ഇല്ലില്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തന്റെ ദൂതനെ ഇറക്കും. ഇടയ്ക്ക് വെച്ച് നിന്റെ ആയുസ്സിനെ തകർക്കാൻ, നിന്റെ ആയുസ്സിനെ കുറയ്ക്കാൻ ശത്രു നോട്ടമിട്ട് പൊരുതുമ്പോൾ അതൊരു പക്ഷേ അപകടങ്ങൾ വരുത്താനായിരിക്കും. അപകടങ്ങൾ വരുത്താൻ, ആക്സിഡന്റ് വരുത്താൻ, നീ സഞ്ചരിക്കുന്ന വാഹനത്തിന്മേൽ ആക്സിഡന്റ് ഉണ്ടാക്കാൻ, അവൻ രോഗം കൊണ്ടിട്ട് ഈ ഭൂമിയിൽ നിന്ന് നിന്നെ തുടച്ചു മാറ്റാൻ, ആയുസ്സിനെ കുറയ്ക്കാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഇല്ലില്ല,
ദൈവത്തിന് നിന്റെ മേൽ പദ്ധതി ഉള്ളതിനാൽ ആമേൻ, അവൻ തന്റെ ദൂതനെ ഇറക്കും. ആമേൻ. രണ്ടാമത്തെ കാരാഗ്രഹം. ഇവരുടെ സുവിശേഷം അറിയിച്ചത് തീർന്നില്ലെന്ന്, ഇനിയും പ്രസംഗിക്കാനുണ്ടെന്ന്, ഇനിയും പ്രവർത്തിക്കാനുണ്ടെന്ന്. സ്തോത്രം. ദൈവം തമ്പുരാൻ ചെയ്തത് തന്റെ ദൂതനെ ആ കാരാഗ്രഹത്തിലേക്ക് ഇറക്കി. ദൂതൻ വന്ന് ചെയ്തു തന്നതാ. ദൂതൻ വന്ന് ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഈ അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. നേരം വെളുത്തപ്പം മഹാപുരോഹിതന്മാരും മറ്റുള്ളവരൊക്കെ ചേർന്ന് ഈ തടവിലാക്കിയവരെ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്കവരെ ന്യായം വിധിക്കണം, അവരെ ശിക്ഷിക്കണം, കൊണ്ടുവരാൻ പറഞ്ഞു. കാവൽക്കാര്, ചേവകര് കാരാഗ്രഹത്തിലേക്ക് വന്നു നോക്കുമ്പോൾ കാരാഗ്രഹത്തിലെ വാതുക്കൽ വാളും കുന്തവും തോക്കും ഒക്കെ പിടിച്ചോണ്ട്, തോക്കൊന്നും ഇല്ലെന്ന്, കുന്തവും വാളും പരിചയമൊക്കെ പിടിച്ചോണ്ട് കാവൽക്കാർ വാതുക്കൽ കാവൽ നിൽക്കുക. ഇവർ താഴെ നോക്കി, ഈ ജയിലിന്റെ താഴെ കിടപ്പുണ്ട്. ഇവർ താക്കോലിട്ട് താഴെ തുറന്നു, ഡോറ് തുറന്ന് അകത്ത് നോക്കുമ്പോൾ അപ്പോസ്തലന്മാരെ കാണാനില്ല. സ്വത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണ്. സ്വോത്ര. ഈ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ട് അപ്പോസ്തലന്മാർ എവിടെ പോയെന്നറിയാം? നേരെ വീട്ടിൽ ചെന്ന് ഭാര്യയെ കാണാൻ. ജയിലിൽ കിടക്കല്ലായിരുന്നോ? കുഞ്ഞുങ്ങളെ കാണാൻ. എന്തുകൊണ്ട് വിശേഷം? ഇതിനു വേണ്ടിയാ പോയത്. ജയിലിൽ നിന്ന് ദൂതന്മാർ പുറത്തിറക്കിയത് എന്തിനാന്നറിയോ? ഇവന്മാര് നേരെ പോയത് പള്ളിയിലാ. പ്രസംഗിക്കാനാ പോയതെന്ന് ഇവിടെ ഒരു നല്ലൊരു സ്തോത്രം വന്നില്ല. പ്രിയ ദൈവ പൈതലെ, നിന്നെ വിടുവിക്കുന്നത് എന്തിനാന്നറിയോ? നമ്മൾ സുഖമായിട്ട് സന്തോഷമായിട്ട് തിന്ന് കുടിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി അല്ല, കർത്താവിന്റെ നിർമ്മല സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാനാ. ആമേൻ. രണ്ടാമത്തെ കാരാഗ്രഹം, ദൈവം തന്റെ ദൂതനെ ഇറക്കി അവരെ വിടുവിക്കുകയാണ്. ആ ജയിൽ അതുപോലെ അടച്ചിരിപ്പുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാരകത്തില്ല, അവർ പുറത്താണ്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി ചിന്തിച്ചാൽ അസംഭവ്യം എന്ന് നമുക്ക് തോന്നിയേക്കാം. ദൈവത്തിന്റെ അത്ഭുത വിടുതൽ അങ്ങനെയാണ്. മാനുഷികമായി ചിന്തിച്ചു നോക്കി, ഈ രോഗത്തിന് വിടുതൽ കിട്ടുന്നത് പ്രയാസമാണ്. സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതവാനാ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. നമ്മുടെ ഏത് രോഗത്തിനും മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നിയാലും, നമ്മുടെ ഏതൊരാവശ്യവും മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നിയാലും, നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടു. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. നിനക്കെതിരെ ഗവൺമെന്റ്, നിന്റെ തലമുറയ്ക്കെതിരെ രാജ്യങ്ങൾ വിസയുടെ വാതിൽ കൊട്ടി അടച്ച് ആമീൻ പ്രവേശിപ്പിക്കുകയില്ല, നന്മ തരികയില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ, ഇല്ലില്ല, സ്വർഗത്തിലെ ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തില് അത് സംഭവിക്കട്ടെ. അഡ്മിഷന്റെ വാതിൽ
അടച്ച് ശത്രു പൊരുതിയാലും അത് അടച്ചിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്. നിനക്കൊരു വിടുതൽ ഉണ്ട്. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഒന്നാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ മനുഷ്യരാൽ. രണ്ടാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ ദൂതനാൽ. ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ചു. ഇനി മൂന്നാമത്തെ കാരാഗ്രഹം 12-ാം അധ്യായം 2 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കും. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അടുത്തത്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി. അപ്പോസ്തലനായ പത്രോസിനെ തടവിലാക്കി. മൂന്നാമത്തെ കാരാഗ്രഹം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. അടുത്ത പ്രഭാതത്തിൽ അവരെ തല കൊയ്യണം. ചക്രവർത്തി ഹെരോദാവ് വാളിന് മൂർച്ച കൂട്ടി. പത്രോസിന് തല കൊയ്യണം. പത്രോസ് 4 പേർ വീതമുള്ള 16 പേരുടെ കാവലിൽ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു ടേൺ 4 പേരാണ് പത്രോസിനെ കാവൽ കാക്കാൻ. പത്രോസ് അതിനിടയിൽ സുഖമായിട്ട് കിടന്നു. നാളെ തല കൊയ്യാൻ പോവുക. പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിന് വിടുതൽ കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്നറിയാം അല്ലേ? അതിന്റെ താഴോട്ടൊന്ന് വായിച്ചേ, അടുത്ത വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. മൂന്നാമത്തെ കാരാഗ്രഹം. അപ്പോസ്തലനായ പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ദൈവം ആ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിന് കൊടുത്ത മോചനം എന്ന് പറയുന്നത് സഭയുടെ പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവദാസനെ ഓർപ്പിക്കുന്ന വിഷയങ്ങൾ ദിവസവും രാവിലെ പ്രഭാതമന്നയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാതെ ഞായറാഴ്ച ആമേൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല. വിമൻസ് ഫെലോഷിപ്പ് പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. ദൈവസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കാരാഗ്രഹവും തുറക്കപ്പെടുമെന്ന്. പക്ഷെ സഭ എന്ത് ചെയ്യണം? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ആർക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലല്ല, ശ്രദ്ധയോടെ. എൻ്റെ വിഷയമായി ഇത്. എൻ്റെ കൂട്ടു സഹോദരനാ, എൻ്റെ കൂട്ടു സഹോദരിയാ ആ കഷ്ടത അനുഭവിക്കുന്നത്, കാരാഗ്രഹത്തിലായിരിക്കുന്നത്. വിടുതൽ കൊടുത്തേ മതിയാവൂ. ആ രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുത്തേ മതിയാവൂ. ആ ആവശ്യങ്ങൾ ദൈവമേ നീ നിവർത്തിച്ചേ മതിയാവൂ എന്ന് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായി വിടുതൽ സംഭവിച്ചു. എങ്ങനെ വിടുവിച്ചെന്ന് നമുക്കറിയാമല്ലേ? ദൈവം തൻ്റെ ദൂതനെ ആ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. ദൂതൻ വന്ന് പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ കൈമേൽ നിന്ന് ചങ്ങല താഴെ വീണു, അഴിഞ്ഞ് താഴെ വീണു. ഈ ചങ്ങലയൊക്കെ താഴെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ചങ്ങലയല്ല, ഇരുമ്പ് ചങ്ങല. അത് കയ്യിൽ നിന്ന് താഴെ വീണാൽ എന്തോ ചെയ്യും? ഇതുപോലെ നല്ല കാർപ്പറ്റിലാണോ പത്രോസിനെ കടത്തിയത്? ജയിലിൽ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ ജയിലിൽ കണ്ടിട്ടുണ്ട്, കിടന്നതല്ല. സ്വതന്ത്രം സുവിശേഷം അറിയിക്കാൻ ജയിലിൽ പോയി ജയിൽ കണ്ടിട്ടുണ്ട്. തടവുകാരൊക്കെ കിടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല നല്ല കാർപ്പറ്റ്, വെൽവെറ്റ്, നല്ല കാർപ്പറ്റൊക്കെ ഇട്ട്
ആണോ? വെറും സിമന്റ് തറ, പൊട്ടിപ്പൊളിഞ്ഞ തറ. ഇവിടെയാ കിടക്കുന്ന പായും വിരിച്ച്. ഈ ചങ്ങല കയ്യിൽ നിന്ന് അഴിഞ്ഞ് സിമന്റ് തറയിലേക്ക് വീണാലുള്ള അവസ്ഥ ഓർത്ത് നോക്കിയേ അല്ലേ? കിലുകിലുകിലോ ശബ്ദം കേൾക്കും. പടയാളികൾ ചാടി എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പത്രോസിനെ ദൂതൻ തട്ടിയപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീണ ചങ്ങല ഒരൊറ്റ ശബ്ദം പുറപ്പെടുവിച്ചില്ല, പട്ടാളക്കാരെ ഉണർത്തിയില്ല. പകരം പത്രോസും ദൂതനുമായി കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാനിടയായി. കാവൽക്കാർ നിൽക്കുമ്പോൾ തന്നെ ഒന്നാം വാതിലും രണ്ടാം വാതിലും ഈ ദൂതൻ തുറന്നു. ഒന്നാം വാതിലും തുറന്നു, രണ്ടാം വാതിലും തുറന്ന് പട്ടണവാതിലായ ഇരുമ്പ് വാതിൽക്കലെത്തി. വെളിയിൽ എത്തിയപ്പോൾ ഈ വാതിൽ പറഞ്ഞു, ദയവേത് തുറക്കാനും പിടിക്കാനൊന്നും പോകണ്ട, ഞാൻ തന്നെ തുറന്നേക്കാം. ദയവേത് എന്നെ പിടിച്ച് തള്ളാനും പിടിക്കാനൊന്നും വരണ്ട, ഞാൻ തന്നെ തുറന്നേക്കാന്ന് പറഞ്ഞ വാതിൽ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്ന എന്നതാ, സ്വതവേ തുറന്നു. ദൈവം പൈത്തലേ, എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? നിന്റെ മുൻപിൽ സ്വതവേ തുറക്കപ്പെടേണ്ട ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. തുറക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. സ്വതവേ തുറക്കപ്പെടുന്ന വാതിലുകൾ. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അപ്പൊ മൂന്നാമത്തെ കാരാഗ്രഹം സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുടെ ഫലമായി തുറക്കപ്പെട്ട കാരാഗ്രഹം. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ കാരാഗ്രഹം തുറന്നത് ജനത്താൽ, മനുഷ്യരാൽ. രണ്ടാമത്തെ കാരാഗ്രഹം തുറക്കപ്പെട്ടത് ദൂതൻ ഇറങ്ങി. മൂന്നാമത്തെ കാരാഗ്രഹം തുറക്കപ്പെട്ടത് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. നാലാമത്തെ കാരാഗ്രഹം 16-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 16-ന്റെ 24 മുതൽ. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. തടവിലാക്കി, അതായത് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക. നാലാമത്തെ കാരാഗ്രഹം, അപ്പോസ്തലന്മാരെ ഇട്ട നാലാമത്തെ കാരാഗ്രഹം. എങ്ങനെ ഇവർ കിടക്കുന്നേ? അവരെ ചന്തസ്ഥലത്ത് കൊണ്ടുപോയി വസ്ത്രം പറിച്ചുരിഞ്ഞ് അല്ലേ, കോലുകൊണ്ട് അടുപ്പിച്ചു. ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ സ്റ്റുഡൻ്റാണ് ആ ബഹുമാനപ്പെട്ട ജോർജ്. കണ്ടാൽ എന്നെക്കാളും പ്രായമുണ്ടെന്ന് തോന്നും, പക്ഷെ ഞാൻ പഠിപ്പിച്ച ആളാണ്. പ്രായം കുറവാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ടെക്നിക്കൽ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച കാലഘട്ടത്തിൽ ഈ ടെക്നിക്കൽ സ്കൂൾ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ രാവിലെ ഉച്ച വരെ വർക്ക്ഷോപ്പായിരിക്കും, ചില സമയത്ത് ഉച്ച കഴിഞ്ഞായിരിക്കും വർക്ക്ഷോപ്പ്. അപ്പം അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ഇല്ലാത്ത സമയത്തായിരിക്കും ഞങ്ങൾ ജനറൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മക്കളെ ഇവിടെ എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്, അത് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചില സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ചോദ്യം ചോദിക്കും. ഇവർക്ക് ഹോംവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അസൈൻമെൻ്റൊക്കെ കൊടുത്തിട്ട് പറയും, നാളെ വരുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കും എന്ന് പറയുമ്പം യുവമാർ അവർക്കറിയാം അടി കിട്ടുമെന്നറിയാം. ചൂരിലൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ യുവമാർ എന്ത് ചെയ്യുന്നറിയോ, ഈ ഉച്ച കഴിഞ്ഞ് വർക്ക്ഷോപ്പാണെങ്കിൽ അല്ലെ രാവിലെ വർക്ക്ഷോപ്പാണെങ്കിൽ ഈ വർക്ക്ഷോപ്പിനിടുന്നത് ഇങ്ങനത്തെ ഡ്രസ്സല്ല. വർക്ക്ഷോപ്പിനിടുന്നത് ഈ ചാക്ക് പോലത്തെ, അരിച്ചാക്ക് കണ്ടിട്ടില്ലേ, അന്നത്തെ ഡ്രസ്സ് അതാ. ഈ ചാക്ക് പോലത്തെ കാക്കി ഈ പാൻറ്റും കാക്കി ഷർട്ടുമാണ്.
ഇവന്മാർ ഈ ഷർട്ടിട്ടുകൊണ്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഇവന്മാർ ഉത്തരം പറയാതെ വരുമ്പോൾ എന്തെന്നറിയാം, മുൻപോട്ട് വിളിച്ചുകൊണ്ട് വരുത്തി ചൂരൽ കൊണ്ട് കൊടുക്കുമാട്ടി ഒരടി കൊടുക്കുമ്പോൾ ഇവൻ അയ്യോ എന്ന് വിളിക്കും. എനിക്കങ്ങ് മനസ്സലിയും. ഞാൻ പറയും പോയി ഇരിയണമെന്ന് പറയും. അവൻ പോയി അവിടെ ഇരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, ഇവന്മാർ അവിടെ പോയി ഇരുന്നിട്ട് കുനിഞ്ഞിരുന്നിട്ട് ബെഞ്ചിൽ കുനിഞ്ഞിരുന്നിട്ട് കക്കാന്ന് ചിരിയ. എനിക്ക് കാര്യം പിടികിട്ടിയില്ല. പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ മറ്റുള്ളവന്മാർ അടി കിട്ടിയവനല്ല, മറ്റുള്ളവർ അടുത്തിരുന്ന് ചിരിച്ചവന്മാരെ വിളിച്ചു. എന്താണ് നീയൊക്കെ അടി കിട്ടിയിട്ട്? അവൻ കരഞ്ഞില്ലല്ലോ, അവൻ കിടന്ന് ചിരിക്കുന്ന കണ്ടല്ലോ നിങ്ങളും കൂടെ ചേർന്ന്. എന്താ ചിരിക്കാൻ കാര്യം? ഉടനെ ഈ പിള്ളേർ പറയുക, സാറിൻ്റെ അടി മുഴുവനും അവൻ്റെ പാൻറ്റേല കൊണ്ടാണ്. അപ്പൊ ഇവന്മാർ യൂണിഫോം ഊരാതെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഗുട്ടൻസ് അന്നേരം എനിക്ക് പിടികിട്ടിയത്. കാരണം അടിച്ചാൽ അടി മുഴുവൻ എവിടെ ആയിരിക്കണം? തുണിയേലായിരിക്കണം. ചാക്ക് പോലത്തെ പാൻറ്. പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ച് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി. അവരാദ്യം ചെയ്തത് അവരുടെ വസ്ത്രം ഊരി മാറ്റി. എന്തിനാണെന്നറിയോ? അടിക്കുന്ന അടി മുഴുവനും ശരീരത്തിൽ കൊള്ളണം. ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് പ്രസംഗിക്കാനും പറയാനും കേൾക്കാനും സാധിക്കും, എളുപ്പമാണ്. പക്ഷെ അത് കൊള്ളുമ്പോൾ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത്. ഇവരുടെ ദേഹം മുഴുവൻ അടിച്ചു കീറി രക്തം വാർന്നൊലിക്കുകയാണ്. സുവിശേഷ വിരോധികൾ വടക്കേ ഇന്ത്യയിൽ ഓരോ പാവപ്പെട്ട ദൈവമക്കളെ അടിക്കുന്ന അടി ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോ കണ്ടിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. ഈ അപ്പോസ്തലന്മാര് വസ്ത്രം പറിച്ചുരിഞ്ഞ് അവരുടെ ശരീരത്തെ അടിച്ച് മുറിവേൽപ്പിച്ചു. പോരാഞ്ഞിട്ട് അവരുടെ കൈകൾ ചങ്ങലയിട്ട് പൂട്ടി, അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ആമം ഞാൻ കണ്ടിട്ടുണ്ട്. ആമം എന്ന് പറയുന്ന ഒരു തടിക്കഷ്ണമാണ് നീളത്തിലുള്ള. അതിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടി കാല് അപ്പുറത്തോട്ട് കടത്തും. കാലിൻ്റെ പത്തി അത് അപ്പുറത്ത് കടത്തിയ ശേഷം ഇവർ ആപ്പ് വെച്ചങ്ങ് അടയ്ക്കും. പിന്നെ കാല് ഊരാനൊക്കത്തില്ല, അവിടെ കിടക്കും. എഴുന്നേക്കാനൊക്കത്തില്ല. ഈ തടി കൊണ്ട് ഇങ്ങനെ ബന്ധിച്ച് കിടക്കുക. അതാണ് ആമത്തിലിട്ട് പൂട്ടുക എന്ന് പറയുന്നത്. കാലനക്കാനൊക്കത്തില്ല. കാല് മടക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കൈ ചങ്ങലയില്. ഒന്നോർത്ത് നോക്കിയേ, ഇവരെ ജയിലിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൽ. പക്ഷെ അതിന് നടുവിൽ അടുത്ത വാക്യം വായിച്ചേ. അർദ്ധരാത്രിയായപ്പോൾ 25-ാം വാക്യം, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അടുത്തത് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. മതി മോനെ. അപ്പോസ്തലന്മാരെ ഇട്ട 4ാമത്തെ കാരാഗ്രഹം, അതിന്റെ വാതിലുകൾ തുറന്ന് അപ്പോസ്തലന്മാർ പുറത്തു വരാൻ കാരണം ദൈവമക്കളുടെ ആരാധന. കാരാഗ്രഹത്തിനകത്താണെങ്കിലും പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ആമേൻ, ആരാധിപ്പാൻ ഒരു സാഹചര്യവും അനുകൂലം അല്ല. കൈകൾ ചങ്ങലയില്, കാലുകൾ ആമത്തില്, ദേഹമാസകല വേദന. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? അർദ്ധരാത്രിക്കോ അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മർമ്മം പറയട്ടെ. ദൈവമക്കളുടെ ആരാധനയിൽ വിടുതലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നാം കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നത് ചെറുതായി കാണരുത്. ചെറുതായി കാണരുത്. ദൈവവൈതലേ, നിന്റെ ആരാധനയിൽ ശക്തിയുണ്ട്. നിന്റെ ആരാധനയിൽ വിടുതലുണ്ട്. നിന്റെ ആരാധനയിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടുത്ത്. തലമുറയുടെ മുൻപിൽ, കുടുംബത്തിന്റെ മുമ്പിൽ, ഭവന പണിയുടെ മുൻപിൽ, കെട്ടുപണിയുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെടുത്ത്.
യേശുവിന്റെ നാമത്തിൽ സമയം പോകുന്നില്ല. ഒന്നാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ മനുഷ്യരാൽ, അല്ലേ? രണ്ടാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ ദൂതനാൽ. മൂന്നാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ സഭയുടെ പ്രാർത്ഥനയാൽ. നാലാമത്തെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ ആരാധനയാൽ. ആരാധനയാൽ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ആരാധന അത്രമാത്രം വിടുതലുള്ളതാണ്. അടഞ്ഞ കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെടും. ഞാൻ ആത്മാവിൽ കാണുന്നു, നിന്റെ തലമുറയുടെ മുൻപിൽ ശത്രു അടച്ച ചില വാതിലുകൾ ദൈവം തുറക്കുകയാണ്. ദൈവം തുറക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വിടുതലിന്റെ സാക്ഷ്യം കേൾക്കാനിടയാകോ? യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവന പണിയെ, നിന്റെ വീടിന്റെ പണിയെ തടഞ്ഞു വെച്ച അനുഭവങ്ങൾ ഉണ്ടല്ലോ, ആ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. അഞ്ചാമത്തതും അവസാനത്തതുമായ കാരാഗ്രഹം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടാളിയോടുകൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. മതി, കാരാഗ്രഹത്തിൽ കിടക്കുക, തടവുകാരനോട്. പൗലോസിനെ തടവിലാക്കിയിരിക്കുക. ഇപ്പോ പട്ടാളക്കാർ, കാവൽക്കാരൻ. ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും വിടുതൽ കിട്ടിയില്ല. എത്ര നാൾ ഇവൻ അതിനകത്ത് കിടന്നെന്നറിയോ? ആ കാരാഗ്രഹവാസത്തിൽ. ഒരു വീട്ടില തടവില. ആ 28-ാം അധ്യായം 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. കണ്ടോ? എത്ര വർഷം കിടന്ന? 2 വർഷം. അപ്പൊ ചില സമയത്ത് കാരാഗ്രഹവാസം പെട്ടെന്ന് അതിന്റെ വാതിൽ തുറന്നെന്ന് വരത്തില്ല. നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ദൈവം നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്തേ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടത്തുള്ളൂ. ചില വാതിലുകൾ നിന്റെ ആരാധനയുടെ ഫലമായി തുറക്കപ്പെടാം. ചില വാതിലുകൾ സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായി തുറക്കപ്പെടാം. ചില വാതിലുകൾ ജനത്താൽ, മനുഷ്യരാൽ തുറക്കപ്പെടാം. ചില വാതിലുകൾ ദൂതൻ ഇറങ്ങി വന്ന് തുറക്കപ്പെടാം. പക്ഷേ ചില വാതിലുകൾ, ചില കാരാഗ്രഹ തടവുകൾ ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്തെ തുറക്കപ്പെടും. ബട്ട് വി ഹാവ് ടു വെയിറ്റ്. നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കർത്താവിനോട് പറ, കർത്താവേ, എപ്പോഴാണ് നിന്റെ സമയം? എൻ്റെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ എപ്പോഴാണ്? ദൈവത്തോട് ചോദിക്കുക. നിശ്ചയിക്കപ്പെട്ട സമയം വരെ ഒരുപക്ഷെ നീ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നെന്ന് വരാം. സ്തോത്രം. നോക്കിക്കഴിഞ്ഞ 4 വർഷങ്ങളായി പ്രാർത്ഥിച്ച ഒരു മാതാവിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് വിടുതൽ. നമുക്ക് വേദപുസ്തകം അടച്ചു വെക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിനൊരു സമയമുണ്ട് കേട്ടോ. ദൈവത്തിനൊരു സമയമുണ്ടെന്ന്. നിന്റെ തലമുറയ്ക്ക് വിടുവിക്കപ്പെടുവാൻ, ചില അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാൻ ദൈവത്തിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ടെന്ന്
ആ സമയത്ത് അവൻ അത് ചെയ്തിരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ പ്രാർത്ഥന അനിവാര്യമാണ്. ദൈവത്തിന്റെ സമയത്ത് ദൈവം തുറന്നോളുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഇന്ന് പലരും ധരിക്കുന്നത് ദൈവത്തിന് സമയമുണ്ട്, ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിച്ചോളും. നോ, അങ്ങനെയല്ല. 70 സംവത്സരം കൊണ്ട് പ്രവാസം തീരുമെന്ന് യെരമ്യാ പ്രവാചകനിൽ കൂടി ഒരു പ്രവചനമുണ്ടായി. അത് യഹൂദ ജാതിക്കൊക്കെ അറിയാം. 70 സംവത്സരം കൊണ്ട് ബാബേൽ പ്രവാസകാലം തീരും. 70 നമ്മൾ വായിക്കുന്നത് ദാനിയേൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുകയല്ല, മൗനമായിരിക്കുകയല്ല. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി വെളിപ്പെടാൻ വേണ്ടി ആമീൻ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കണം. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് കാരാഗ്രഹമായാലും 5 കാരാഗ്രഹങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ചു. ഏത് കാരാഗ്രഹമായാലും അതിൻ്റെ മേൽ ദൈവം വിടുതൽ തരുന്നവനാ. കൈകളെ തട്ടി അവൻ അധരങ്ങളെ ചലിപ്പിച്ച് ഒരു നിമിഷം നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ശക്തിയോടെ ആരാധനയോ തുറക്കപ്പെടുന്ന വാതിലുകൾ. ആമേൻ, 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 ആമേൻ. ഓ ഹി ബാബാ ധര ധര ധുട ബാബ അസ്തര വക്ഷയ വർത്തന വേദിക രക്ഷയ ഉല്ലാ ബാബാ ധര ധര. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.